Hey all, ഞാൻ ആദില, a final year MBBS student from Malabar Medical College. So നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? എന്താണ് നിങ്ങളുടെ കരിയർ ഓപ്ഷൻസ് നിങ്ങൾ ചൂസ് ചെയ്തോ? MBBS BDS നഴ്സിംഗ് ഇതല്ലാതെ ഒരു അടിപൊളി ഹെൽത്ത് കെയർ കോഴ്സിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. അതാണ് BPH, അതായത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത്. സോ എന്താണ് BPH? BPH എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 4 കൊല്ലത്തെ ഡിഗ്രി കോഴ്സാണ്. അതായത് നമ്മളുടെ സൊസൈറ്റിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഡിസീസസിനൊക്കെ പറ്റി പഠിക്കാനും ഹെൽത്ത് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി പ്രൊഫഷണൽസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് BPH. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു എൻറ്റയർ കമ്മ്യൂണിറ്റീനെ തന്നെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് BPH. സോ നിങ്ങളുടെ അടുത്ത ഡൗട്ട് സ്വാഭാവികമായിട്ടും ആർക്കൊക്കെ ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതായിരിക്കും. +2 സയൻസ് ചൂസ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാം. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് ഇതിന് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ കഴിഞ്ഞ ശേഷം ഒരു 2 മാസം ബ്രിഡ്ജിങ് കോഴ്സ് ഉണ്ടാവും. അതുപോലെ ഹെൽത്ത് അലൈഡ് കോഴ്സസിൻ്റെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്കും ഇതിന് എലിജിബിലിറ്റി ഉണ്ട്. ആൻഡ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4 വർഷമാണ്, 8 സെമിസ്റ്ററാണ് ടോട്ടലി ഉള്ളത്. അപ്പോൾ എന്താണ് BPHൻ്റെ കാരിയർ ഓപ്പർച്യൂണിറ്റീസ്? കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെക്ടേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഗവൺമെൻറ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ ഹെൽത്ത് മിഷൻ, NGOs, WHO, UNICEF പോലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഹോസ്പിറ്റൽസ്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടർ, ഹെൽത്ത് ടെക് കമ്പനീസ്, പബ്ലിക് ഹെൽത്ത് കൺസൾട്ടൻസി, എപ്പിഡെമിയോളജി ആൻഡ് ഡിസീസ് സർവൈലൻസ് ടീംസ്. ഇനി BPH കഴിഞ്ഞിട്ട് ഹയർ ഓപ്ഷൻ സ്റ്റഡീസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MPH ചൂസ് ചെയ്യാം, അതായത് മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്. അതുപോലെ MBA ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, എപ്പിഡെമിയോളജി, ബയോസ്റ്റേറ്റിക്സ് എന്നീ മേഖലകളിലും നല്ല സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ BPH കോഴ്സ് ഓഫർ ചെയ്യുന്ന ചില കോളേജസ് ഞാൻ പറഞ്ഞുതരാം. KVG മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ കർണാടക, Rajiv Gandhi University affiliated public health colleges in Karnataka, JSS Academy of Higher Education and Research in Mysore, Sri Devaraj URS Academy of Higher Education and Research, Kolar, Yenapoya deemed to be University Mangalore, NIT deemed to be University Mangalore, KLA Academy of Higher Education and Research in Belagavi. സോ ഈ കോളേജസിലൊക്കെയാണ് നമ്മളുടെ ഇന്ത്യയിൽ BPH കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഓരോ കോളേജിനനുസരിച്ച് വേരി ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ നോക്കി എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യണം. കമ്മിങ് ടു സാലറി, ഫ്രഷേഴ്സ് ആണെങ്കിൽ 25,000 to 40,000 പെർ മന്തും, സീനിയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ 10 to 15 lakh പെർ ആനം വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. ഇനി BPHൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വി വിൽ സെൻഡ് യു ദ ഡീറ്റെയിൽസ്.